ഇന്നൊരു സന്തോഷ വാർത്തയുമായിട്ട് കടന്നു വരുന്നത്. ഒടുവിൽ നമ്മുടെ പ്രിയപ്പെട്ട MLA നമുക്ക് മുന്നിലേക്ക് കടന്നു വരികയാണ്. ഗ്രാമയാത്ര എന്ന പേര് പറഞ്ഞുകൊണ്ട് കൊടുവള്ളിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും അതിൻ്റെ പരാതികൾ കേൾക്കുന്നതിനും. എന്നാൽ ഇന്ന് 4 വർഷമായി ജനങ്ങൾക്കിടയിൽ ഇറങ്ങാതെ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാതെ, ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാതെ ഈ MLA മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ 4 വർഷം കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത് കേവലം 6 മാസം കൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ വെല്ലുവിളിക്കുന്നത് സമാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായിരുന്നാലും അദ്ദേഹം വരുന്നുണ്ടല്ലോ, അതെങ്കിലും സന്തോഷം എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ യാത്ര നിങ്ങൾക്ക് ഗ്രാമയാത്രയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിചാരണ യാത്രയാണ്. കാരണം ഇനി വിചാരണ കാലമാണ്. 4 വർഷം കൊണ്ട് അവസാന നാളുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചെയ്യാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കാനുള്ള ഒരു വിചാരണയാക്കി ഈ യാത്രയെ ഈ കൊടുവള്ളി മണ്ഡലത്തിലെ ജനങ്ങൾ മാറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ ചില പദ്ധതികളെക്കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചില പ്രധാനപ്പെട്ട പദ്ധതികളെക്കുറിച്ച് മാത്രം. കൊടുവള്ളി സിറാജ് ഫ്ലൈ ഓവർ പദ്ധതി 54 കോടി രൂപയുടെ പദ്ധതി എന്തിന് വേണ്ട എന്ന് പറഞ്ഞത് നിങ്ങൾ ഈ വിചാരണ യാത്രയിൽ മറുപടി പറയണം. രണ്ടാമതായിട്ട് കൊടുവള്ളി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിന് അനുവദിച്ച 3 കോടി എന്തിന് വേണ്ട എന്ന് നിങ്ങൾ പറയണം, ഈ യാത്രയിൽ നിങ്ങൾ പറയണം. അതേപോലെ തന്നെ കൊടുവള്ളിയിലെ PWD കെട്ടിട റെസ്റ്റ് ഹൗസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2.65 കോടി രൂപയുടെ പദ്ധതി എന്തിന് വേണ്ട, എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? നരിക്കിനി ഫയർ സ്റ്റേഷൻ അനുവദിച്ച 4.5 കോടി രൂപയുടെ പദ്ധതി എന്തുകൊണ്ട് നിങ്ങൾ പ്രാവർത്തികമാക്കിയില്ല എന്ന് മറുപടി പറയണം. കൊടുവള്ളി NIT മാവൂർ റോഡ് 52 കോടി രൂപയുടെ പദ്ധതി എന്തുകൊണ്ട് നടപ്പിലാക്കാൻ 4 വർഷമായി താങ്കൾക്ക് കഴിഞ്ഞില്ല എന്നത് താങ്കൾ വ്യക്തമാക്കണം. ഏതാണ്ട് അങ്ങനെ തുടങ്ങി 4 കോടിയിൽ പരം രൂപയുടെ പദ്ധതികൾ ഇതുവരെ ആരംഭിക്കാത്ത പദ്ധതികളായി കെട്ടിക്കിടക്കുന്നു. ഈ 400 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കാതെ, അതിനുവേണ്ടി സമയം വിനിയോഗിക്കാതെ യാത്രകൾ നടത്തി സർക്കാരിനെ കുറ്റം പറയാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ താങ്കൾക്കത് തെറ്റുമെന്ന കാര്യത്തിൽ, താങ്കളെ ജനം വിലയിരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞയാഴ്ച താങ്കളൊരു പത്രസമ്മേളനം നടത്തി, ഒരു സമരം നടത്തി. താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ 10 കോടി അനുവദിച്ച താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച 10 കോടി നടപ്പിലാക്കാതെ സർക്കാർ ഫണ്ട് തരില്ലെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തി. എന്തിനു വേണ്ടിയാണ് ഈ നാടകങ്ങൾ? കൊടുവള്ളി ഗവൺമെൻറ് IT, താങ്കൾ എന്താണ് ITക്ക് വേണ്ടി ചെയ്തിരുന്നത്? ഈ വിചാരണ യാത്രയിൽ താങ്കൾ പറയണം. ഇവിടുത്തെ വിദ്യാർത്ഥികളോട് താങ്കൾ പറയണം, ഇവിടുത്തെ രക്ഷിതാക്കളോട് താങ്കൾ പറയണം. ഏതാണ്ട് 4000-ഓളം വിദ്യാർത്ഥികൾ അപേക്ഷിക്കുന്ന ഗവൺമെൻറ് ITയിൽ ആ കെട്ടിടം വന്നു കഴിഞ്ഞാൽ കൂടുതൽ ട്രേഡുകളും കൂടുതൽ സീറ്റുകളും കൂടുതൽ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ അവസരമുണ്ടാകുമെന്നിരിക്കെ ഇതിനും വിചാരണ യാത്രയിൽ ജനങ്ങൾക്ക് മുമ്പിൽ താങ്കൾ മറുപടി പറയണമെന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുന്നത്. നിരവധി പദ്ധതികൾ ഈ ലിസ്റ്റിലുണ്ട്. ആരെങ്കിലും ഇത് ആവശ്യപ്പെട്ടാൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ ലിസ്റ്റ് ഇടാം. ഞാനൊന്ന് ചോദിക്കട്ടെ, 4 വർഷത്തിന് ശേഷം വീണ്ടും അദ്ദേഹം വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വിശ്വസിക്കാനാവുക? ഈ രാഷ്ട്രീയ പൊറാട്ട് നാടകങ്ങൾ നമുക്ക് പത്രസമ്മേളനങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്. സർക്കാർ തന്ന ഫണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത MLA എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിതിനെ വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇദ്ദേഹം എന്താണ് നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ